ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഇന്ന് മോട്ടോ ഒരു ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. അതായത് പ്രധാനമായിട്ടും ക്യാമറയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് മോട്ടോ ഈ ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. അതായത് അവർ അവതരിപ്പിച്ച ഫോൺ ഏതെന്ന് പറയുകയാണെങ്കിൽ അത് മോട്ടോയുടെ മോട്ടോ G9 പവർ ആണ്. അപ്പൊ നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മൾ ഈ മോട്ടോ G9 പവറിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ചെയ്യുന്നത്. അതിനോടൊപ്പം ഇപ്പോൾ ഈ ഫോൺ ഇറങ്ങിയ പ്രൈസിൽ അതൊരു മികച്ച ചോയ്സ് ആണോ, ഇതെല്ലാം നമ്മളുടെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതെല്ലാമായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിലൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, നമുക്കപ്പോൾ ആദ്യം തന്നെ ഈ ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരല്പം വലിപ്പമുള്ള ഒരു ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. അതായത് 6.8 ഇഞ്ചിന്റെ HD+ ആയിട്ടുള്ള ഒരു IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ 6.8 ഇഞ്ച് എന്ന് പറയുമ്പോൾ നല്ല വലിപ്പമുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. എന്നാൽ നമുക്ക് ഇവിടെ ഫുൾ HD+ ഡിസ്പ്ലേ ക്വാളിറ്റി ലഭിക്കുന്നില്ല. ഇവിടെ നമുക്ക് HD+ ഡിസ്പ്ലേ ക്വാളിറ്റി മാത്രമേ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഫോണിൽ സാധാരണ നോർമൽ ആയിട്ടുള്ള 60 ഹെർട്സിന്റെ പാനൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഒരു കൂടിയ റിഫ്രഷ് പാനലും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നില്ല. ഇനി നമുക്ക് ഇവിടെ 85% മുകളിലായിട്ടുള്ള ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഇവിടെ വരുന്നത്. അതിനോടൊപ്പം 20:9 ആസ്പെക്ട് റേഷ്യോ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ റിയർ സൈഡിലെ ബിൽഡ് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ബിൽഡ് ക്വാളിറ്റി ആണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത വലിയ ന്യൂനതകളൊന്നും നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രൊസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 662 ആണ്. ഈ പ്രൊസസർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. അതായത് നമുക്ക് നോർമൽ യൂസിനാണെങ്കിലും അഗ്രസീവ് യൂസിനാണെങ്കിലും നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് കാര്യമായ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിട്ടുള്ള ഒരു നല്ല മിഡ് റേഞ്ച് പ്രൊസസർ തന്നെയാണ് ഈ സ്നാപ്ഡ്രാഗൺ 662. അതിനോടൊപ്പം നമുക്ക് ഈ ഫോണിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലഭിക്കുന്നത്. അതായത് നമുക്ക് ഈ ഫോണിൽ ആഡ്സോ ബ്ലൂടൂത്ത് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ നമുക്ക് ഈ ഫോണിൽ വലിയ പ്രശ്നങ്ങളൊന്നും പറയാൻ സാധിക്കുന്നില്ല. സാധാരണ ഈ പ്രൈസിൽ കണ്ടുവരുന്ന ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഈ ഫോണിലും ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പ്രധാന ഘടകമായ അല്ലെങ്കിൽ പ്രധാന ഹൈലൈറ്റ് ആയ ഈ ഫോണിന്റെ ക്യാമറയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 64 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. അതിനോടൊപ്പം നമുക്ക് 2 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും നമുക്ക് റിയർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. ഇനി സെൽഫിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും നമുക്ക് ഫ്രണ്ടിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫോണിന്റെ ക്യാമറ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കിടിലനായിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രൈസിൽ സാധാരണ നമ്മൾ കണ്ടുവരാത്ത ഒരു നല്ല ക്യാമറ സെറ്റപ്പ് ആണ്. സാധാരണ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ അങ്ങേയറ്റം നമുക്ക് മാക്സിമം ഒരു 14 മെഗാ പിക്സലിന്റെ ക്യാമറ നമുക്ക് സാധാരണ കണ്ടുവരാറുള്ളൂ. എന്നാൽ നമുക്ക് ഈ ഫോണിൽ 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ നമുക്ക് ഈ മോട്ടോ G9 പവറിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 6000 mAh ഒരു വലിയ ബാറ്ററിയാണ് ലഭിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് ഈ ഫോണിൽ 20 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ നമുക്ക് ഈ ഫോണിൽ വലിയ പ്രശ്നങ്ങളൊന്നും പറയാൻ സാധിക്കാത്ത ഒരു നല്ല ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഫേസ് അൺലോക്കും ഫിംഗർ പ്രിന്റ് സെൻസർ അടക്കം എല്ലാവിധ സെൻസറും പോർട്ടും കാര്യങ്ങളും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമുക്ക് ഇവിടെ IP52ന്റെ വാട്ടർ റിപ്പലന്റ് ഡിസൈൻ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പ്രൈസിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരൊറ്റ വേരിയന്റ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. അതായത് 4GB 64GB എന്ന വേരിയന്റ് പ്രൈസ് പറയുകയാണെങ്കിൽ അത് 11,999 രൂപയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മോട്ടോ G9 പവർ എന്ന് പറയുന്നത് അതായത് ഈ ഇറങ്ങിയ പ്രൈസ് അതായത് 11,999 രൂപയ്ക്ക് നമുക്ക് കിട്ടാവുന്നതിലും വെച്ചൊരു വളരെ മികച്ച ഓപ്ഷൻ തന്നെയാണ്. അതും പ്രധാനമായിട്ട് നിങ്ങൾ ഈ പ്രൈസിൽ തന്നെ ക്യാമറയ്ക്കാണ് മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ മോട്ടോ G9 പവർ അല്ലാതെ ഇത്രയും കൂടി ഒരു ക്യാമറ സ്പെക് ഉള്ള ഒരു ഫോൺ നമുക്ക് ഈ പ്രൈസിൽ ലഭിക്കുന്നില്ല. അതായത് മറ്റു ഫോണുകളിലെല്ലാം നമുക്ക് മാക്സിമം 14 മെഗാ പിക്സലിന്റെ ക്യാമറ മാത്രമേ നമുക്ക് റിയർ സൈഡിൽ ലഭിക്കുന്നുള്ളൂ. എന്നാൽ നിങ്ങൾ ക്യാമറയ്ക്ക് മുൻതൂക്കം കൊടുക്കാതെ നിങ്ങൾ പെർഫോമൻസോ അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിക്കോ നിങ്ങൾ അല്പം കൂടി മുൻതൂക്കം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മോട്ടോ G9 പവർ അല്ലാതെ വേറെ കുറച്ച് ഓപ്ഷനുകൾ കൂടി നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്ന. അതായത് ഈ മോട്ടോ G9 പവർ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വാല്യൂ ഫോർ മണി ഫോൺ ആണോ? ഇതെല്ലാം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ ബൈ.